ഹായ് നമസ്തേ വെൽക്കം ബാക്ക് വ്യൂസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിൻറ്റേഡ് MCXലെ ഗോൾഡിൻ്റെയും സിൽവറിൻ്റെയും സ്കാൽപ്പിങ്ങിൽ വന്ന ട്രേഡാണ് 5 മിനിറ്റ്സിലെടുത്ത ട്രേഡാണ് 5 മിനിറ്റ്സ് റിസ്ക്കിയാണ് ഗോൾഡിലും സിൽവറിനും കുറച്ചുകൂടെ ആക്യുറസി ആയിട്ട് വരുന്ന ടൈം ഫ്രെയിം നമുക്ക് 15 മിനിറ്റ്സ് ആണ് അപ്പോൾ ഇന്നത്തെ സ്കാൽപ്പിങ്ങിൽ നമുക്ക് വരുന്ന സമയത്ത് നമുക്ക് ഏതൊക്കെ സിഗ്നൽ എടുക്കാം ഏതൊക്കെ അവോയ്ഡ് ചെയ്യാം എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതിൻ്റെ ലൈവ് സെക്ഷനിലൂടെയാണ് ഞാനിത് കാണിക്കുന്നത്. അതിൽ 5 മിനിറ്റ്സ് 15 രണ്ടും കമ്പയർ ചെയ്ത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ ഗോൾഡിൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ മോർണിംഗിൽ ഡൗൺ സൈഡ് ആയിരുന്നു മാർക്കറ്റ് പോയിരുന്നത്. അത് കഴിഞ്ഞ് മാർക്കറ്റ് ഇടയ്ക്കൊന്ന് ബൈ സൈഡ് പോകാൻ നോക്കി. അപ്രോക്സിമേറ്റ് നമുക്കൊരു 10:30 ശേഷമാണ് ചെറിയൊരു അപ് ട്രെൻഡ് പോയത്. അത് കഴിഞ്ഞ് തിരിച്ച് മാർക്കറ്റ് പിന്നെ ഡൗൺ സൈഡ് 11 മണിക്ക് ശേഷം മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് എഗെയിൻ നല്ല റിപ്പീറ്റ് അടിച്ച് ഇറങ്ങുമായിരുന്നു. അതിൽ ബൈ സൈഡ് നമ്മുടെ സോഫ്റ്റ് അവിടെ കൺഫർമേഷൻ തന്നിരുന്നില്ല. ലാസ്റ്റ് ഇപ്പോൾ കുറച്ച് മുമ്പ് 2:05 ശേഷം എഗെയിൻ ഒരു ബൈ സൈഡ് പോയി. പക്ഷേ ഫസ്റ്റ് വന്ന സമയത്ത് കൺഫേം ആയില്ല. അത് ചെറുതായിട്ട് മാർക്കറ്റ് കയറി സ്കാൽപ്പിങ്ങിൽ 241 പോയിന്റ്സോളം പ്രോഫിറ്റിലാണ് നിൽക്കുന്നത്. ചെറിയ റിട്ടേൺസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ കൺഫേം ആവുന്ന ലെവൽ കറക്റ്റായിട്ട് അവിടെ നമുക്ക് മാച്ച് ആകുന്ന സമയത്ത് നമുക്ക് ട്രേഡ് എടുക്കാം. അവിടുന്ന് നമുക്ക് ചെറിയൊരു പോർഷൻ എടുത്ത് പെട്ടെന്ന് എക്സിറ്റ് ചെയ്യണമെങ്കിൽ സ്കാൽപ്പിംഗ് ട്രേഡ് നമുക്ക് 5 മിനിറ്റ്സിൽ നമുക്ക് ട്രേഡ് കിട്ടും. അപ്പോൾ അതെങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം എന്നുള്ളതാണ് ഇന്ന് കാണിക്കുന്നത്. ഇപ്പോൾ ഇന്നത് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഓപ്പൺ ആയ ശേഷം തലേ ദിവസത്തെ സെല്ല് ഈ റെഡുകൾ ഡൗൺ ആണോ സെല്ലിൻ്റെ ഇൻഡിക്കേഷൻ കണ്ടിന്യൂ ചെയ്ത് മാർക്കറ്റ് പോയി. മോർണിംഗിൽ തന്നെ റെസിസ്റ്റൻസ് സപ്പോർട്ട് ബ്രേക്ക് ചെയ്തതിന് ശേഷമാണ് മാർക്കറ്റ് ഇറങ്ങിയത്. അവിടുന്ന് ആദ്യത്തെ ബ്രേക്കിൽ തന്നെ മാർക്കറ്റ് ഡൗൺ ഇറങ്ങി തിരിച്ച് അപ് ട്രെൻഡിൽ അതായത് 10 മണിയോടുകൂടി മാർക്കറ്റ് ചെറുതായിട്ട് പുൾ ബാക്കിലേക്ക് കയറി. പക്ഷേ സോഫ്റ്റ് അവിടെ താഴത്തെ ബാർക്കുകൾ സ്റ്റിൽ റെഡായി തന്നതുകൊണ്ട് നമുക്ക് ബൈ സൈഡ് സിഗ്നൽ വന്നെങ്കിലും അവിടെ എടുക്കേണ്ട എന്നുള്ളൊരു ഇൻഡിക്കേഷൻ അവിടെ കൺഫർമേഷൻ കറക്റ്റ് മാച്ച് ചെയ്ത് കാണിച്ചു തന്നു. അപ്പോൾ നമുക്ക് ആ ബൈ സിഗ്നൽ എടുക്കത്തില്ല. തിരിച്ച് മാർക്കറ്റ് അവിടുന്ന് ആ പുൾ ബാക്കിൽ നിന്ന് രണ്ടാമതൊരു തിരിച്ച് ഡൗൺ സൈഡിലേക്ക് എഗെയിൻ സിഗ്നൽ 11 മണിയോടുകൂടി സെല്ലിൻ്റെ എഗെയിൻ വന്ന് അവിടെ സപ്പോർട്ട് സ്ട്രോങ് ആയിട്ട് കട്ട് ചെയ്യുമായിരുന്നു. അവിടെ നല്ലൊരു ഡൗൺ സൈഡാണ്, നല്ല ഹ്യൂജ് റിട്ടേൺസ് ആണ്. ഇടയ്ക്ക് തിരിച്ച് പോയി രണ്ടാമത് ബ്രേക്കിലും മാർക്കറ്റ് ഡൗൺ ഇറങ്ങിയിട്ട് നല്ല റിട്ടേൺസ് കിട്ടിയിട്ടുണ്ട്. ബൈ സൈഡിന് ഇൻഡിക്കേഷൻ നമുക്ക് 2:05 കിട്ടിയതാണ്. പക്ഷേ ഫസ്റ്റ് വന്ന സമയത്ത് ബ്ലൂ കളർ ആണ് കാണിച്ചത്. താഴത്തെ ബാർക്കിലേക്ക് മാറിയിട്ടില്ല. ഇവിടെ നമുക്ക് ആ സെല്ലിൻ്റെ ഇൻഡിക്കേഷൻ എക്സിറ്റ് ചെയ്യാം. അടുത്ത ബൈ എടുക്കണമെന്നുണ്ടെങ്കിൽ അത് കൺഫർമേഷൻ വരണം. ഗ്രീനും മാച്ച് ആയ സമയത്ത് ട്രേഡ് എടുക്കാം. ചെറിയൊരു ട്രേഡ് പോയിട്ടുണ്ട്. ഇപ്പം ചെറുതായിട്ട് മാർക്കറ്റ് ഇടിയുന്നുണ്ട്. അപ്പോൾ അവിടെ 1 മിനിറ്റിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഡൗൺ സൈഡിലേക്ക് സ്റ്റാർട്ടായി ചെറിയ പുൾ ബാക്ക് സ്റ്റാർട്ടാകുമ്പോൾ നമുക്കിവിടെ ടൈം ഫ്രെയിമിൽ ഈ ടൈം ഫ്രെയിം ട്രെൻഡ് നോക്കിയാലും നമുക്ക് തിരിച്ചറിയാൻ പറ്റും. നമുക്ക് അവിടെ വേണമെങ്കിൽ എക്സിറ്റ് ചെയ്ത് മാറാം. ഞാൻ അടുത്ത തിരിച്ചിറക്കത്തിൽ നിന്ന് പിന്നെ എഗെയിൻ ഒരു അപ്പ് സൈഡിലേക്ക് പോകുമ്പോൾ നെക്സ്റ്റ് റീ എൻട്രി സെഷൻ വരും. സെക്കൻഡ് തേർഡ് ടാർഗറ്റ് പെൻഡിങ് ആണ്. അവിടെ അടുത്ത ട്രേഡ് നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ 15 മിനിറ്റ്സിലായിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ 15 മിനിറ്റ്സിൽ നമുക്ക് ആ സെല്ലിൻ്റെ തലേദിവസം വന്ന സെല്ലിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെ ഇറങ്ങുമായിരുന്നു. അവിടെ നിന്ന് ഇപ്പോൾ ബൈ സൈഡ് നമുക്ക് വന്നിട്ടുണ്ട്. 3:20 നമുക്ക് കിട്ടിയിരിക്കുന്നത്. പക്ഷേ നമുക്കവിടെ ട്രേഡ് നമുക്ക് കൺഫേം അല്ല. 3:20 അല്ല 3:30 കിട്ടിയ ട്രേഡാണ്. പക്ഷേ കൺഫേം അല്ല. കൺഫർമേഷൻ നമുക്ക് താഴത്തെ ബാർക്കിലേക്ക് സ്റ്റിൽ റെഡ് ആയതുകൊണ്ട് ട്രേഡ് എടുക്കാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പം അതേപോലെ തന്നെ നമുക്ക് സിൽവറിൽ നോക്കുകയാണെങ്കിൽ സിൽവറിൽ സ്കാൽപ്പിങ്ങിൽ മോർണിംഗ് സൈഡിൽ ഡൗൺ തന്നെയായിരുന്നു. തലേദിവസം കണ്ടിന്യൂഷൻ തിരിച്ച് ബൈ സൈഡ് വന്ന സമയത്ത് കൺഫേം ആയില്ല. തിരിച്ച് മാർക്കറ്റിൽ 11 മണിയോടുകൂടി മാർക്കറ്റ് ഇറങ്ങുമായിരുന്നു. അവിടെ നിന്ന് നല്ലൊരു ഡൗൺ സൈഡ് പോയിട്ടുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് നമുക്ക് കൊടുത്തിരിക്കുന്ന ബൈൻ്റെ ഇൻഡിക്കേഷൻ ആണ് നമുക്ക് മേളിൽ ടൈം അതിൻ്റെ എൻട്രി പോയിന്റും ടാർഗറ്റും നമുക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ എത്ര പ്രോഫിറ്റ് വന്നിട്ടുണ്ടെന്ന് നമുക്ക് മേളിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതേപോലെ 15 മിനിറ്റ്സിലേക്ക് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അതൊരു ബൈ സ്ട്രോങ് ആയിട്ട് അവിടെ കാണിച്ചിട്ടില്ല. അതിൽ സെല്ലിൻ്റെ ഇൻഡിക്കേഷൻ നല്ലൊരു ഡൗൺ സൈഡ് പോയിട്ടുണ്ട്. പക്ഷേ ചെറിയൊരു പുൾ ബാക്ക് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. പക്ഷേ നമുക്ക് ആ സമയത്ത് ചെറിയൊരു സ്കാൽപ്പ് ചെയ്ത് കട്ട് ചെയ്യണമെങ്കിൽ നമുക്കൊരു ഷോർട്ടിൽ അതായത് നമുക്ക് 5 മിനിറ്റ്സിൽ ചെറിയ ട്രേഡുകൾ എടുത്ത് നമുക്ക് പെട്ടെന്ന് എക്സിറ്റ് ചെയ്യാവുന്നതാണ്. അതിൽ റെസിസ്റ്റൻസ് ഒക്കെ സ്ട്രോങ് ആണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അവിടേക്ക് നമുക്ക് പെട്ടെന്ന് ട്രേഡ് എടുത്ത് നമുക്ക് പെട്ടെന്ന് എക്സിറ്റ് ചെയ്ത് മാറാവുന്നതാണ്. അപ്പോൾ സിമ്പിളായിട്ട് വർക്കൗട്ട് ചെയ്യാവുന്ന സ്ട്രാറ്റജിയാണ് ലേറ്റസ്റ്റ് സെഷൻ 8.1. അപ്പോൾ എങ്ങനെ വർക്ക് ചെയ്യാമെന്നുള്ള ലൈവ് സെക്ഷൻ അറ്റൻഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം.